ഒരു മോട്ടോർ ബൈക്കിനുള്ള ഫ്യൂവൽ ഫിൽറ്ററും ഫ്യൂവൽ സ്ട്രെയിനറും വൃത്തിയാക്കുകയും മാറ്റിവെക്കുകയും ചെയ്യുന്ന വിധം. നമസ്കാരം. ഒരു മോട്ടോർ ബൈക്കിനുള്ള ഫ്യൂവൽ ഫിൽറ്ററും ഫ്യൂവൽ സ്ട്രെയിനറും വൃത്തിയാക്കുകയും മാറ്റിവെക്കുകയും ചെയ്യുന്ന രീതിയെക്കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. ഒരു മോട്ടോർ ബൈക്കിലെ ഫ്യൂവൽ ഫിൽറ്റർ ഉപയോഗിക്കുന്നത് ഫ്യൂവൽ ഇഞ്ചക്ടറിലോ കാർബറേറ്ററിലോ പെട്രോൾ കയറുന്നതിനു മുൻപേ അതിലെ മാലിന്യങ്ങൾ അല്ലെങ്കിൽ അശുദ്ധവസ്തുക്കൾ മാറ്റുന്നതിനാണ്. ഫിൽറ്റർ ചെയ്യാത്ത ഫ്യൂവലിൽ പലതരം മാലിന്യങ്ങളുള്ളതുകൊണ്ട് അവ ടാങ്കിലേക്ക് കയറുവാൻ സാധ്യതയുണ്ട്. ഈ മാലിന്യങ്ങൾ മാറ്റാതിരുന്നാൽ ആധുനിക ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ ഉള്ള കൃത്യതയാർന്ന ഫ്യൂവൽ പമ്പ്, ഇഞ്ചക്ടർ തുടങ്ങിയ ഭാഗങ്ങളിൽ പെട്ടെന്ന് കേടുപാടുകൾ വരാൻ സാധ്യതയുണ്ട്. ഫലപ്രദമായി കുറഞ്ഞ അളവു മാത്രം മാലിന്യരഹിതമായ ഫ്യൂവൽ ഉപയോഗിക്കുന്നതിനാൽ വാഹനത്തിനുള്ള കഴിവും പ്രകടനവും കൂടുതൽ നന്നായിരിക്കും. ഈ സെഷനിൽ ഒരു മോട്ടോർ ബൈക്കിനുള്ള ഫ്യൂവൽ ഫിൽറ്ററും ഫ്യൂവൽ സ്ട്രെയിനറും വൃത്തിയാക്കുകയും മാറ്റിവെക്കുകയും ചെയ്യുന്ന രീതിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഉപകരണങ്ങളും സാധനങ്ങളും. ഈ ജോലിക്ക് ആവശ്യമുള്ള ഉപകരണങ്ങളെയും സാധനങ്ങളെയും കുറിച്ച് ആദ്യം നമുക്ക് നോക്കാം. പരന്ന ഫിലിപ്സ് സ്ക്രൂഡ്രൈവറുകൾ, ചെറുത്, ഇടത്തരം, വലുത്, പ്ലെയറുകൾ, അഡ്ജസ്റ്റബിൾ സ്പാനർ, ടൂൾ ട്രേ, 2 ലിറ്റർ കൊള്ളുന്ന വാഷിംഗ് ട്രേ, തുടയ്ക്കാനുള്ള തുണി, 1 ലിറ്റർ കെറസിൻ അഥവാ മണ്ണെണ്ണ, 1 ലിറ്റർ പെയിന്റ് തിന്നർ അല്ലെങ്കിൽ വീണ്ടും ഉപയോഗിക്കാവുന്ന മിനറൽ സ്പിരിറ്റ്, ഐ ഡ്രോപ്പർ, ഏകദേശം 1.5 ലിറ്റർ 90W ഓയിൽ, ഒരു എയർ കംപ്രസർ, ഒരു ഫണൽ, 1 ജോഡി റബ്ബർ കയ്യുറകൾ, പെട്രോളും കെറസിനും എടുക്കാനുള്ള 2 ചെറിയ ഗ്ലാസ് ജാറുകൾ എന്നിവയാണ് നടപടിക്രമം. ഇപ്പോൾ നമുക്ക് ഫ്യൂവൽ ഫിൽറ്റർ വൃത്തിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഫ്യൂവൽ ടാപ്പ് ഓഫ് ചെയ്യുക. ഇത് ഫ്യൂവൽ ലൈനിൽ നിന്നും പുറത്തേക്ക് ഒഴുകിപ്പോകാതിരിക്കാൻ സഹായിക്കും. ലൈനിലുള്ള ഫ്യൂവൽ ഫിൽറ്റർ ഒരു കൈകൊണ്ട് പിടിച്ച് ഊരിയെടുക്കുക. ടാങ്കിൽ നിന്നും വരുന്ന ലൈൻ മറ്റേ കൈകൊണ്ട് അല്പം തിരിച്ചുകൊണ്ട് വലിച്ച് ഊരി മാറ്റുക. ഫ്യൂവൽ ഒരു വൃത്തിയുള്ള കണ്ടെയ്നറിൽ ശേഖരിക്കുക. ഹോസ് ക്ലാമ്പ് ഉണ്ടെങ്കിൽ അത് പാർട്സ് ട്രേയിൽ വെക്കണം. ഹോസിനുള്ള മറ്റേ അറ്റത്തു നിന്നും ഫിൽറ്റർ മാറ്റണം. ഇങ്ങനെ ചെയ്യുമ്പോൾ വരുന്ന ഫ്യൂവൽ കണ്ടെയ്നറിൽ ശേഖരിക്കണം. ഫിൽറ്റർ കണ്ടെയ്നറിന് മുകളിൽ വെച്ചിട്ട് കഴിയുന്നത്ര ഫ്യൂവൽ ശേഖരിക്കണം. ഇങ്ങനെ ഫിൽറ്ററിൽ നിന്നും വന്ന ഫ്യൂവൽ പരിശോധിക്കുമ്പോൾ എത്രത്തോളം മാലിന്യമുണ്ടെന്ന് കാണാം. കുറച്ച് കെറസിൻ ഐഡ്രോപ്പർ ഉപയോഗിച്ച് ഫിൽറ്ററിന് ഒരു സൈഡിൽ ഒഴിച്ച് ഫിൽറ്റർ വൃത്തിയാക്കുക. ഫിൽറ്ററിന്റെ 2 അറ്റങ്ങളിലും വിരലുകൾ കൊണ്ട് മൂടി പിടിച്ചിട്ട് കുലുക്കണം. ശേഷം കെറസിൻ ഒരു ചെറിയ കണ്ടെയ്നറിലേക്ക് ഒഴിക്കണം. മറ്റേ സൈഡിലും ഇത് ആവർത്തിക്കുക. പ്രഷർ കുറച്ചിട്ട് കംപ്രസ്ഡ് എയർ ഫിൽറ്ററിൽ കൂടി കടത്തിവിടണം. ശ്രദ്ധിക്കുക, കൂടുതൽ പ്രഷർ ആയാൽ ഫിൽറ്റർ കേടുവരും. ഫിൽറ്റർ വളരെ അഴുക്കു പിടിച്ചതോ കേടുപാടുകൾ ഉള്ളതോ ആണെങ്കിൽ അത് മാറ്റിയിടണം. ഈ ഉദാഹരണത്തിൽ ഒരു നല്ല ഫിൽറ്ററാണ് ഉള്ളത്. അതുകൊണ്ട് ഫിൽറ്റർ ഫ്യൂവൽ ലൈനുകളിൽ തിരിച്ചു പിടിപ്പിക്കുക. ഫ്യൂവൽ ഹോസ് ക്ലാമ്പുകൾ ഉണ്ടെങ്കിൽ ഉറപ്പിക്കുക. ഫ്യൂവൽ ടാപ്പ് ഓണാക്കിയിട്ട് ലീക്കുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഫിൽറ്ററിൽ നിന്നും ഡ്രെയിൻ ചെയ്തെടുത്ത ഫ്യൂവൽ നല്ല ക്ലീൻ ആണെങ്കിൽ അത് ഫ്യൂവൽ ടാങ്കിലേക്ക് ഒഴിക്കാം. അഴുക്കു പിടിച്ചതാണെങ്കിൽ അത് കളയണം. അടുത്തതായി നമുക്ക്
ഫ്യുവൽ സ്ട്രെയിനർ വൃത്തിയാക്കാം. ചില ഫ്യുവൽ ടാപ്പുകൾക്ക് നേരെ താഴെയായി തന്നെ ചെറിയ ഒരു കപ്പിലായി ഒരു സ്ട്രെയിനർ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ സ്ട്രെയിനർ നമുക്ക് ക്ലീൻ ചെയ്യാം. ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് മോട്ടോർ ബൈക്കിൻ്റെ സൈഡ് പാനൽ അഴിച്ചുമാറ്റുക. ഫ്യുവൽ ടാപ്പ് ഓഫാക്കുക. കപ്പിന് താഴെയുള്ള സ്ക്രൂ അഡ്ജസ്റ്റബിൾ സ്പാനർ കൊണ്ട് അഴിക്കുക. സ്ക്രൂ ലൂസാക്കിയ ശേഷം കപ്പ് പതുക്കെ താഴേക്ക് വലിക്കുക. പെട്രോൾ ഒരു ചെറിയ കണ്ടെയ്നറിൽ ശേഖരിക്കണം. കപ്പിന് മുകളിൽ ഒരു ഓ-റിംഗ് സീൽ ഉണ്ട്. ഇതിന് കേട് ഉണ്ടെങ്കിൽ പെട്രോൾ ലീക്കാകാതിരിക്കാൻ പുതിയത് ഇടണം. കപ്പിനുള്ളിലുള്ള സ്ക്രീൻ മാറ്റി പരിശോധിക്കുക. തിരിച്ചു പിടിച്ചിട്ട് അഴുക്കുകൾ ഉണ്ടെങ്കിൽ ബലമുള്ളിടത്ത് തട്ടിയോ കംപ്രസ്ഡ് എയർ കൊണ്ടോ മാറ്റണം. കപ്പ് തിരിച്ചു പിടിപ്പിച്ച് ആദ്യം കൈകൊണ്ടും പിന്നെ സ്പാനർ കൊണ്ടും മുറുക്കുക. ശ്രദ്ധിക്കുക, കൂടുതൽ മുറുക്കിയാൽ കപ്പ് പൊട്ടിപ്പോകും. ഫ്യൂവൽ ടാപ്പ് ഓൺ ചെയ്ത് ലീക്കുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് സൈഡ് പാനൽ തിരിച്ചു പിടിപ്പിക്കുക. ഒടുവിൽ വൃത്തിയാക്കൽ. ഉപകരണങ്ങൾ എല്ലാം വൃത്തിയാക്കിയിട്ട് അതാത് സ്ഥലത്ത് സൂക്ഷിക്കുക. ഫണൽ ഉപയോഗിച്ച് മിനറൽ സ്പിരിറ്റ് ആദ്യത്തെ കണ്ടെയ്നറിലേക്ക് മാറ്റുക. കെറസിൻ ജാറിൽ നിന്നും കുപ്പിയിലേക്ക് തിരിച്ച് ഒഴിക്കുക. മോട്ടോർ സൈക്കിളിൽ ഉള്ള അഴുക്കുകൾ തുണികൊണ്ട് തുടച്ച് വൃത്തിയാക്കുക. ചുരുക്കം: ഇതോടുകൂടി ഈ സെഷൻ കഴിഞ്ഞു. ഈ സെഷനിൽ നാം പഠിച്ച കാര്യങ്ങൾ താഴെ പറയുന്നു. ഫ്യുവൽ ഫിൽട്ടർ വൃത്തിയാക്കി മാറ്റിയിടാനും ഫ്യുവൽ സ്ട്രെയിനർ വൃത്തിയാക്കി മാറ്റിയിടാനും നാം പഠിച്ചു. നിങ്ങൾ ഈ സെഷൻ ആസ്വദിച്ചു എന്ന് കരുതുന്നു. നന്ദി.